ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2022 PSC കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളാണ്. 2023 കേരള ചരിത്രത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. എന്തായാലും പ്രീവിയസ് ഇയറിൻ്റെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിൽ വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ എ 3, 4, 1, 2. അതായത് വാഗൺ ട്രാജഡി, കയ്യൂർ ലഹള, പുന്നപ്പറ വയലാർ സമരം, തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം. ഇതിൻ്റെ വർഷം കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. വാഗൺ ട്രാജഡി നടന്ന വർഷമാണ് 1921. കയ്യൂർ ലഹള നടന്ന വർഷമാണ് 1941. പുന്നപ്പറ വയലാർ സമരം നടന്ന വർഷമാണ് 1946. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് 1949. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ നവതി 90 വർഷമാണ് 2021? താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ നവതി അഥവാ 90 വർഷമാണ് 2021 നടന്നത്? ഓപ്ഷൻ എ ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹിക പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? സാമൂഹിക പരിഷ്കർത്താവായ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1, 3, 4. പ്രസ്താവനകൾ നമുക്ക് നോക്കാം. കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താംകോവിള എന്ന സ്ഥലത്ത് ജനിച്ചു. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്നറിയപ്പെട്ടു. ഏതൊക്കെയാണ്? കന്യാകുമാരിക്കടുത്തുള്ള ശാസ്താംകോവിള എന്ന സ്ഥലത്ത് ജനിച്ചു. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം പിതാവിൻ്റെ വഴി എന്നറിയപ്പെട്ടു. സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിൻ്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഭാരതം എന്നു പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിൻ്റെ ഏതു കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ സി ദിവാസ്വപ്നം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ സി അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ഓപ്ഷൻ എ തൃശ്ശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ഓപ്ഷൻ എ അരുവിപ്പുറം. ഒന്നുകൂടെ നോക്കാം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാണ് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂർ. സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ഓപ്ഷൻ സി മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം. ഓപ്ഷൻ എ പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. ഒന്നുകൂടെ നോക്കാം. കേരള
കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവാണ് മന്നത്ത് പത്മനാഭൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. മേൽമുണ്ട് സമരം എന്നു വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. ഓപ്ഷൻ സി ചാന്നാർ ലഹള. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ആൻസർ എസ് നീലകണ്ഠ അയ്യറാണ്. എസ് നീലകണ്ഠ അയ്യറാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ്. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി. അപ്പോൾ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യറും ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനും. 1812 ആരംഭിച്ച കുറിച്യർ കലാപത്തിൻ്റെ നേതാവ്. 1812 ആരംഭിച്ച കുറിച്യർ കലാപത്തിൻ്റെ നേതാവ് ഓപ്ഷൻ ഡി രാമനമ്പി. ഒന്നുകൂടെ നോക്കാം. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റാണ് എസ് നീലകണ്ഠ അയ്യർ. 1812 ആരംഭിച്ച കുറിച്യർ കലാപത്തിൻ്റെ നേതാവാണ് രാമനമ്പി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. ഒന്നുകൂടെ നോക്കാം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തതാണ് വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി നിജാനന്ദ വിലാസം. ബാക്കിയെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ വർക്കുകളാണ്. നമുക്കൊന്നുകൂടി നോക്കാം. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? നിജാനന്ദ വിലാസം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ഓപ്ഷൻ എ പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? തൃശ്ശൂർ. 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. ഒന്നുകൂടെ നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? തൃശ്ശൂർ. 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഓപ്ഷൻ ഡി സവർണജാഥ. സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഒന്നുകൂടെ നോക്കാം. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? ഓപ്ഷൻ ബി പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഓപ്ഷൻ ഡി 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. ഒന്നുകൂടെ നോക്കാം. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? പ്രൊഫസർ KV തോമസ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിച്ചതാര്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിച്ചതാര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏത്? ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. ഒന്നുകൂടെ നോക്കാം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിച്ചതാര്? ശ്രീനാരായണ ഗുരു. ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? പ്രാചീന മലയാളം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമേത്? ആധുനിക കാലത്തെ അത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ ബി നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമേത്? ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? ഓപ്ഷൻ ഡി കോഴഞ്ചേരി പ്രസംഗം. ഒന്നുകൂടെ നോക്കാം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകം. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ് കോഴഞ്ചേരി പ്രസംഗം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആര്? ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആര്? ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഒന്നുകൂടെ നോക്കാം. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവാണ് ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആയിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി പൊയ്കയിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളി. ഒന്നുകൂടെ നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1 3. വൈകുണ്ഠസ്വാമികൾ, അഖിലത്തിരുട്ട്, ചാവറ കുര്യാക്കോസ് ഏലിയാസ്, ആത്മാനുതാപം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1ഉം 2ഉം. ഋതുമതി, പ്രേംജി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. പാട്ടബാക്കി എന്ന നാടകം എഴുതിയത് കെ.പി.ആർ. ഗോപാലൻ അല്ല, കെ. ദാമോദരനാണ്. ഋതുമതി, പ്രേംജി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്. പാട്ടബാക്കി കെ. ദാമോദരൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2ഉം 3ഉം. തൈക്കാടയ്യ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദൻ മേനോൻ അല്ലെങ്കിൽ ഗോവിന്ദൻ കുട്ടി. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് കെ. ദാമോദരൻ. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ഉത്തരം ഏതൊക്കെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമമാണ് കാരാട്ട് ഗോവിന്ദൻ മേനോൻ അല്ലെങ്കിൽ ഗോവിന്ദൻ കുട്ടി. തൈക്കാടയ്യ സുബ്ബരായർ, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി 2ഉം 3ഉം. ടി.കെ. മാധവനും കെ.പി. കേശവമേനോനും. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1ഉം 3ഉം ശരി. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അല്ല, ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ടി.കെ. മാധവനും കെ.പി. കേശവമേനോനും. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മന്നത്തു പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മന്നത്തു പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1ഉം 2ഉം. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ വൃദ്ധജന സംഘം രൂപീകരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. കണ്ണീരും കിനാവും വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ്. ഒന്നുകൂടെ നോക്കാം. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ വൃദ്ധജന സംഘം രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തി. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1ഉം 3ഉം. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരിക്കുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ൽ അധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 ആണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു അല്ല, അദ്ദേഹം നേതൃത്വം കൊടുത്തത് ഈഴവ മെമ്മോറിയലിനാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 2ഉം. അതായത് കുഞ്ഞമ്പു നായരും ചിരുകണ്ഠനുമാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ. ഒന്നുകൂടെ നോക്കാം. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ൽ അധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു.
കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഓപ്ഷൻ ഡി പയ്യന്നൂർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. ഒന്നുകൂടെ നോക്കാം. ചെമ്മണന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലമാണ് പയ്യന്നൂർ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാണ് EMS നമ്പൂതിരിപ്പാട്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1ഉം 3ഉം. 1ഉം 3ഉമാണ് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി. അപ്പം ബന്ധമുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാഗൺ ട്രാജഡി, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാർ ആയിരുന്നു. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ അയ്യങ്കാളി. ഒന്നുകൂടെ നോക്കാം. ചുവടെ കൊടുത്തതിൽ നിന്നും മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബന്ധമുള്ള പോയിന്റ്സ് നോക്കാം. വാഗൺ ട്രാജഡി, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ എന്നിവർ മലബാർ കലാപത്തിൻ്റെ നേതാക്കന്മാരായിരുന്നു. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്. സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനക്രമത്തിലുള്ളത് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണനക്രമത്തിലുള്ളത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. നമുക്കിതിൻ്റെ വർഷം കൂടി ഒന്ന് നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936. പാലിയം സത്യാഗ്രഹം നടന്നത് 1947. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. പുന്നപ്പറ വയലാർ സമരം നടന്ന വർഷം. പുന്നപ്പറ വയലാർ സമരം നടന്ന വർഷം ഓപ്ഷൻ ഡി 1946. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഓപ്ഷൻ എ ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ ഗൗരി പാർവതിഭായ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആന്ധ്ര. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ഓപ്ഷൻ ഡി ഹെർമൻ ഗുണ്ടർട്ട്. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട്. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട് ഓപ്ഷൻ ബി തിരൂർ പോത്തന്നൂർ. കടയ്ക്കൽ വിപ്ലവം നയിച്ചത്. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ഓപ്ഷൻ ഡി ഫ്രാങ്കോ രാഘവൻപിള്ള. ഒന്നുകൂടി നോക്കാം. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ടാണ് തിരൂർ പോത്തന്നൂർ. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ഫ്രാങ്കോ രാഘവൻപിള്ള. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേത്? കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേത്? ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ സി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത്. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ഓപ്ഷൻ ബി ചെറുപ്ലശ്ശേരി. താഴെ പറയുന്നവയിൽ കേരളത്തിൽ നിന്നും ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്ന് ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ എന്നിവരൊക്കെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായവരാണ്. ഒന്നുകൂടെ നോക്കാം. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് ചെറുപ്ലശ്ശേരി. താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്നും ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? അക്കാമ ചെറിയാൻ.
കേരളത്തിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായ സ്ത്രീകളാണ് ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്. ഓപ്ഷൻ സി ടി.കെ. മാധവൻ. ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഓപ്ഷൻ ഡി 1, 3 എന്നിവ മാത്രം. മലബാറിനെക്കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ടായിരുന്നു 1792-93 കൊണ്ടുവന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1923 പാൽഘട്ടിൽ നടന്ന രണ്ടാം കേരള പ്രവിശ്യ സമ്മേളനം ഇതിനായി ഒരു പ്രമേയം പാസാക്കി. ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം. ഒന്നുകൂടെ നോക്കാം. ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് എന്തൊക്കെയായിരുന്നു? മലബാറിനെക്കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ടായിരുന്നു 1792-93 കൊണ്ടുവന്നത്. 1923 പാൽഘട്ടിൽ നടന്ന രണ്ടാം കേരള പ്രവിശ്യ സമ്മേളനം ഇതിനായി ഒരു പ്രമേയം പാസാക്കി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പരസ്പര യോജിപ്പുള്ള ബന്ധം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. 1729-1758 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ച് താഴെ പറയുന്ന വിപ്ലവകാരി ആരാണ്? തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ച് താഴെ പറയുന്ന വിപ്ലവകാരി ആരാണ്? ഓപ്ഷൻ ഡി വാഞ്ചി അയ്യർ. ഒന്നുകൂടി നോക്കാം. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മ. തിരുനെൽവേലിയിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷയെ വധിച്ച് താഴെ പറയുന്ന വിപ്ലവകാരി ആരാണ്? വാഞ്ചി അയ്യർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കൊളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. മാർത്താണ്ഡവർമ്മയുടെ കൊളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവ മാത്രമാണ് ശരി. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള യുദ്ധമായിരുന്നു കൊളച്ചൽ യുദ്ധം. അഞ്ചിക്കൈമൽ എറണാകുളം പ്രദേശം മാർത്ത വടക്കൻകൂറിൽ അധികാരം പിടിച്ചെടുക്കുവാൻ ഡച്ചുകാർ ആഗ്രഹിച്ചു. 1743 മെയ് 22 മാവേലിക്കരയിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും കമാൻഡർ റെനോ കാർസിസും ചേർന്ന് സമഗ്രമായ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കൊളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള യുദ്ധമായിരുന്നു കൊളച്ചൽ യുദ്ധം. അഞ്ചിക്കൈമൽ എറണാകുളം പ്രദേശം മാർത്ത വടക്കൻകൂറിൽ അധികാരം പിടിച്ചെടുക്കാൻ ഡച്ചുകാർ ആഗ്രഹിച്ചു. 1743 മെയ് 22 മാവേലിക്കരയിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും കമാൻഡർ റെനോ കാർസിസും ചേർന്ന് സമഗ്രമായ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കീഴരിയൂർ ബോംബ് കേസിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കീഴരിയൂർ ബോംബ് കേസിലെ പ്രധാന നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ കെ.ബി. മേനോൻ. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? താഴെ പറയുന്നവയിൽ ഏതു പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? ഓപ്ഷൻ ബി 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ മുഹമ്മദ് അബ്ദുറഹിമാൻ വിജയിച്ചു. ഈ പ്രസ്താവനയാണ് തെറ്റ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. കെ.പി. കേശവമേനോൻ ഹോം റൂൾ ലീഗിൻ്റെ നേതാവായിരുന്നു. മന്നത്ത് കൃഷ്ണൻ നായരായിരുന്നു കുടിയാൻ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജെ.എം. സെൻഗുപ്ത. 1920 ഏപ്രിൽ 28 നടന്ന 5ാമത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ മിതവും തീവ്രവുമായ ഘടകങ്ങൾ കാരണം സംഘടനയുടെ പിളർപ്പിനെ സാക്ഷ്യം വഹിച്ചു. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ് അതിൻ്റെ വേദി? 1920 ഏപ്രിൽ 28 നടന്ന 5ാമത് മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ മിതവും തീവ്രവുമായ ഘടകങ്ങൾ കാരണം സംഘടനയുടെ പിളർപ്പിനെ സാക്ഷ്യം വഹിച്ചു. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ് അതിൻ്റെ വേദി? ഓപ്ഷൻ ഡി മഞ്ചേരി. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ഓപ്ഷൻ സി ആനി ബസന്റ്. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി തലശ്ശേരി.
കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി പഴശ്ശിരാജ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ബി 1924. ഒന്നുകൂടെ നോക്കാം. കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പഴശ്ശിരാജ. ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം ഓപ്ഷൻ ഡി പയ്യന്നൂർ. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ഒന്നുകൂടെ നോക്കാം. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലമാണ് പയ്യന്നൂർ. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2022 കേരള PSC കേരള ചരിത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നെന്ന്. അതിന് കാരണം വേറൊന്നുമല്ല, PSC അത്രയും തവണ ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.